ഇന്നത്തെ നമ്മുടെ ഈ മനസ്സിനക്കരെ എന്ന പരിപാടിയുടെ പ്രഭാഷകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സാഹിത്യകൃതിയിലെ കഥാപാത്രങ്ങളുടെ ഒരു മനോവ്യാപാരങ്ങളുടെ അപഗ്രഥനവും വിശകലനവും ഒക്കെയാണ് എന്നാണ് ഞാൻ ഈ ഇന്നത്തെ പരിപാടി പേര് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ എഴുത്തുകാരന്റെ മനസ്സ് ശരിക്കും മനസ്സിനക്കരെ എന്ന് പറയുമ്പോൾ എഴുത്തുകാരൻ ശാരീരികമായി ഭൗതികമായി ഇക്കരെ നിന്നുകൊണ്ട് മനസ്സിനെ അക്കരയ്ക്ക് വ്യാപരിക്കുമ്പോൾ അപരിതമായ ഭൂഭാഗങ്ങളിലൂടെയും അത്തരം മനസ്സിന് മാത്രം എത്തിപ്പെടാൻ പറ്റുന്ന മേഖലകളിലേക്ക് സഞ്ചരിക്കുന്നു. അവിടെ കണ്ടുമുട്ടുന്ന വിവിധങ്ങളായ മനോനിലയുള്ള വ്യക്തികളെയോ കഥാപാത്രങ്ങളെയോ ഒക്കെ വായനക്കാരുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ വായനക്കാര് ഈ കഥാപാത്രങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെയും ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഇങ്ങനെയും ഒരു കഥാപാത്രം ഉണ്ടാവുമോ എന്ന് പലപ്പോഴും നമുക്ക് സംശയം തോന്നാം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ അയൽവാസിയായ പ്രഭാകരൻ ചേട്ടന്റെ മരുമകൻ ഇങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചു പോകുന്ന തരത്തിലേക്ക് രണ്ടു തരത്തിലുള്ള കഥാപാത്രങ്ങളെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. അപ്പൊ ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് പറഞ്ഞതുപോലെ വിശ്വസാഹിത്യത്തിലാണെങ്കിലും നമ്മുടെ ഇന്ത്യൻ സാഹിത്യത്തിലും മലയാളത്തിലും ഒക്കെ ഇത്തരം കഥാപാത്രങ്ങൾ വളരെ മനഃശാസ്ത്രപരമായി അപഗ്രഥിച്ച് നമുക്ക് വിശകലനം ചെയ്താൽ വളരെയേറെ ദീർഘമായി തന്നെ പ്രതിപാദിക്കാൻ കഴിയുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ 1600-കളിൽ എഴുതപ്പെട്ട ഷേക്സ്പിയറിന്റെ തന്നെ ഹാംലെറ്റിലെ കഥാപാത്രം സ്വന്തം പിതാവിന്റെ പ്രേതം വന്ന് പറയുന്ന കാര്യങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ അതിനകത്ത് വരുന്നത്. പിതാവിന്റെ ഘാതകൻ സഹോദരൻ തന്നെയാണെന്നും ആ സഹോദരൻ ഘാതകൻ തന്നെയാണ് എൻ്റെ സ്വന്തം മാതാവിനെ വിവാഹം ചെയ്തിരിക്കുന്നു എന്നൊക്കെ അറിയുകയും പിന്നെ അതിനോടനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങൾ അവസാനം അതൊരു ദുരന്ത പര്യവസായിയായ ഒരു കഥയായി മാറുകയും ചെയ്യുന്ന കഥ അതിനകത്ത് ഈ ഹാംലെറ്റിന്റെ മനോവ്യാപാരങ്ങൾ വളരെയേറെ വിശദമായിട്ട് അതിനകത്ത് പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. അതിനുശേഷം നമ്മളൊക്കെ ഇവിടെ പലപ്പോഴും ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. 1866 എഴുതപ്പെട്ട കുറ്റവും ശിക്ഷയും ദോസ്തോവ്സ്കിയുടെ ഏറെ പ്രസിദ്ധനായ റോഡിയൻ റാസ്കോൾനിക്കോവ് എന്ന കഥാപാത്രം, അദ്ദേഹം വേറൊരു തരത്തിലാണ് ഇതിനെ കാണുന്നത്. ബുദ്ധിപരമായിട്ടും അല്ലെങ്കിൽ ബൗദ്ധികമായ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ സാംസ്കാരിക നായർക്കെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ ഇപ്പോഴത്തെ മലയാളത്തില് വേണമെങ്കിൽ എൻ്റെ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സാധാരണക്കാരന് ബാധകമായ ഒരു നിയമമല്ല, മറ്റൊരു നിയമമാണ് ഇത്തരം ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ആളുകൾക്ക് ബാധകമായിട്ടുള്ളതെന്നൊക്കെയുള്ള ഒരു തത്വവിദ്യയുടെ വെളിച്ചത്തിൽ ഒരു സ്ത്രീയെ കൊല്ലുകയും അപ്പം അത് സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കൊലപാതകം ചെയ്യുന്ന പോലും ന്യായീകരിക്കപ്പെടും എന്ന ഒരു തത്വചിന്തയിൽ അതിനോടനുബന്ധിച്ച് രണ്ടാമതൊരു കൊലയും കൂടെ ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ ആ കൊലപാതകത്തിന്റെ കുറ്റകൃത്യത്തിന്റെ ആ ഒരു കുറ്റബോധത്തിൽ ശാരീരികവും മാനസികവുമായ പീഡകൾക്ക് സ്വയം വിധേയനായി അവസാനം കുറ്റം ഏറ്റുപറയുകയൊക്കെ ചെയ്യുന്ന കഥയാണല്ലോ നമുക്കറിയാം. അതിനുശേഷം വന്ന ഒരു പ്രധാനപ്പെട്ട കൃതി ഇത്തരത്തിലുള്ള മനഃശാസ്ത്രപരമായ അപഗ്രഥനത്തിന് പറ്റുന്ന ഒരു കൃതി എന്ന് പറയുന്നത് 1926 100 വർഷം മുന്നേ ഫ്രാൻസ് കാഫ്കയുടെ ദ ട്രയൽ എന്ന് പറയുന്ന നോവൽ. അതിനകത്ത് ജോസഫ് കെ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ അയാളുടെ മാനസികമായ പിരിമുറുക്കങ്ങള്, ഒരു കുറ്റവും ചെയ്യാത്ത ഒരാളെ ഒരു ദിവസം രാവിലെ വന്നിട്ട് ഉറങ്ങിക്കിടക്കുന്നയാളെ വിളിച്ചുണർത്തി അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്തപ്പോൾ കുറ്റം എന്താണെന്ന് പറയുന്നില്ല. പിന്നെ വർഷങ്ങളോളം നീണ്ടുപോകുന്ന വിചാരണ, ആ വിചാരണയിലും ഇയാളെ കുറ്റം എന്താണെന്ന് ഇയാൾക്കോ മറ്റുള്ളവർക്കോ അല്ലെങ്കിൽ നോവൽ എവിടെയും പറയുന്നില്ല. അവസാനം അങ്ങനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കപ്പെടുന്ന കെ എന്ന് പറയുന്നത് ജോസഫ് കെ എന്ന് പറയുന്നത് കഥാകൃത്ത് പിന്നെ കെ എന്നുള്ള രീതിയിലാണ് അയാളെ വിശദീകരിക്കുന്നത്. പിന്നെ ഞാൻ വായിച്ചിട്ടുള്ള ഒരു കഥ RK നാരായണന്റെ ദ ഗൈഡ് എന്ന് പറയുന്ന നോവൽ. എനിക്ക് തോന്നുന്നത് വളരെ പ്രസിദ്ധമായ നോവലാണ്. ഒരു ടൂറിസ്റ്റ് ഗൈഡായിരുന്ന ഒരു മനുഷ്യൻ ഒരു നർത്തകിയെ കണ്ടുമുട്ടുന്നതും അതോടനുബന്ധിച്ച് അയാളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളും പിന്നെ അയാൾ അവസാനം ഒരു കുറ്റകൃത്യത്തിന്റെ പേരിൽ ജയിലിലാകുന്നതും ജയിലിൽ നിന്ന് പുറത്തു വന്ന ആധ്യാത്മിക രീതിയിലേക്ക് അയാളുടെ ജീവിതം മാറുന്നതൊക്കെ പറയുന്ന
അപ്പോഴും ഈ മനസ്സിന്റെ പിരിമുറുക്കങ്ങളും മനോവ്യാപാരങ്ങളും അത്തരത്തിൽപ്പെട്ട കാര്യങ്ങളാണ് ഈ പറയുന്ന കഥകളിലെല്ലാം തന്നെ വിശദീകരിക്കപ്പെടുന്നത്. ഒരുപാട് മലയാറ്റൂർ രാമകൃഷ്ണന്റെ യക്ഷി ഏറെ പ്രധാനപ്പെട്ട മലയാളത്തിലെ ഒരു കൃതിയാണ്. സ്വന്തം ഭാര്യ യക്ഷിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ജീവിതം അവസാനം ആ നോവൽ തുടങ്ങുന്നത് തന്നെ ഞാൻ ഭ്രാന്താശുപത്രിയിൽ നിന്നാണ് ഈ ഇത് എഴുതുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മലയാറ്റൂരിന്റെ ആ നോവലിന്റെ ആദ്യത്തെ സെന്റൻസ് തന്നെ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ രവിയോ അല്ലെങ്കിൽ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് തന്നെ ചെറിയ കുട്ടികളുടെ അവർക്കുണ്ടാകുന്ന ട്രോമയൊക്കെ പറയുന്നുണ്ടായിരുന്നു ദീർഘയും. അങ്ങനെ മലയാളത്തിലും ഒരുപാട് കഥാപാത്രങ്ങൾ ഇങ്ങനെ നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്നുണ്ട്. അപ്പം എല്ലാം ഈ പറഞ്ഞ പോലെ മനുഷ്യന്റെ മാനസിക നിലയുടെ അപഗ്രഥനങ്ങൾ ഏറെ ഭംഗിയായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇന്നത്തെ ഈ പരിപാടിക്ക് ശേഷം ഈ പറഞ്ഞ പോലെ പലരും ഇത് കഴിഞ്ഞ് പോകുമ്പോഴേ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഡോക്ടർ ആനന്ദനോട് ചോദിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. വെള്ളത്തിൽ ചവിട്ടരുന്ന് ഞങ്ങളോട് പറയരുത്. മണിച്ചിത്രത്താണ്ടി ഡോക്ടർ സണ്ണി പറയുന്ന പോലെ ഇനി വെള്ളത്തിൽ ചവിട്ടരുതെന്നൊന്നും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. നമുക്കിന്ന് പ്രധാനമായിട്ടും നമ്മുടെ മുഖ്യാതിഥിയായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് ഡോക്ടർ രാജേശ്വരി കുഞ്ഞമ്മയാണ്. ദീർഘകാലം സൈക്കോളജിയും ഫിലോസഫിയും ഒക്കെ പഠിപ്പിച്ചിരുന്ന അധ്യാപിക. അതിനപ്പുറം പ്രാക്ടിക്കലി ഇന്നും ഇക്കാര്യങ്ങൾ ബോധി എന്ന് പറയുന്ന കൺസൾട്ടിങ് സ്ഥാപനവും കൗൺസിലിംഗ് സ്ഥാപനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നു. അങ്ങനെ പല സാമൂഹിക പ്രവർത്തനങ്ങളിലും ഒക്കെ ഇടപഴകൊണ്ടിരിക്കുന്ന രാജേശ്വരി കുഞ്ഞമ്മയെ നമ്മുടെ ഈ കുടുംബ സദസ്സിലേക്ക് ഞാൻ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ മുഖ്യ പ്രഭാഷകൻ അല്ലെങ്കിൽ ഈ വിഷയവുമായിട്ട് അഗാധ ജ്ഞാനമുള്ള ഒരാളെന്ന് പറയുന്ന ഏക വ്യക്തി ഡോക്ടർ ആനന്ദനാണ്. നമുക്കെല്ലാം അറിയാം. കൂടുതൽ വിശേഷണങ്ങൾ ആവശ്യമില്ല. ധാരാളം പുസ്തകങ്ങളുടെ രചയിതാവ്, സൈക്കോളജി വിഷയമായി പഠിപ്പിക്കുന്ന, മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ഡോക്ടർ. അങ്ങനെ എല്ലാ നിലയിലും ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് ഏറ്റവും പരമയോഗ്യനായ ഒരു വ്യക്തിയാണ് ഡോക്ടർ ആനന്ദൻ. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ TLF കുടുംബത്തിലെ തന്നെ മകളാണ് മറ്റുള്ളവരെല്ലാം. ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് നമുക്കറിയാം. അദ്ദേഹവും ഇതുപോലെ അധ്യാപനത്തിലും ഗവേഷണത്തിലും പ്രഭാഷണത്തിലും ഒക്കെ മികച്ചു നിൽക്കുന്ന ഒരു വാഗ്മിയും നമ്മുടെ സന്തത സഹചാരിയുമാണ്. TLFിൻ്റെയും സാഹിതിയുടെയും. അതുപോലെ ഡോക്ടർ ഉഷാ കെ വാര്യർ. എല്ലാവരും നമ്മുടെ സാഹിത്യ കുടുംബത്തിലെയും നമുക്ക് ചിരപരിചിതരുമായതുകൊണ്ട് ദീർഘമായ വിശേഷണങ്ങൾ ആവശ്യമില്ല എന്ന് ഞാൻ കരുതുന്നു. എല്ലാവരെയും, എല്ലാ സുഹൃത്തുക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നടത്തുന്നു. നമസ്കാരം.